1927 മരിച്ചത്. അൺസങ് ഹീറോ അല്ല, സങ് ഹീറോ തന്നെയാണ്. പൊതുവെ അത്രയും നോൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് സാഡ് ദാറ്റ് അത്രയും ആൾക്കാർ അറിയുന്നില്ല. കാരണം മദൻലാൽ ഡിംഗ്രയെ പോലെ, ഹേമു കലാനിയെ പോലെ, ഗുജറാം ബോസിനെ പോലെ, സൂര്യസെന്നിനെ പോലെ, പ്രഫുല്ല ചാക്കിയെ പോലെ, രാംപ്രസാദ് ബിസ്വലിനെ പോലെ, ബിസ്ര മുണ്ടയെ പോലെ, ഹരി ചപ്പേക്കറിനെ പോലെ സങ് ഹീറോസിന്റെ ആഘോഷം. സങ് ഹീറോ ആണ്, പക്ഷെ അത്രത്തോളം ആൾക്കാർക്ക് അറിയില്ല. നമ്മൾ പറയുന്ന പേരുകൾ, നമ്മൾ അറിയുന്ന റെവല്യൂഷണറീസ് അല്ലെങ്കിൽ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ പേരിൽ പൊതുവെ പറയപ്പെടുന്ന പേരുകളിൽ കുറേ പേരുകൾ, ഖുദീറാം ബോസ് പോലും അധികം ആൾക്കാരോട് ചോദിച്ചു. ഞാൻ ഈ പറഞ്ഞ പേരുകളിൽ ഒന്നാണോ? ആവാം. ദാറ്റ് ഈസ് 19th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അൺസങ് ഹീറോ അല്ല, സങ് ഹീറോ തന്നെ. കാക്കോരി കേസാണ് എന്ന് പറഞ്ഞല്ലോ താങ്കൾ. അതെ അതെ. അഷ്റഫുള്ള ഖാൻ അൺസങ് ഹീറോ ആണ് കേട്ടോ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പേരുകളെല്ലാം സങ് ഹീറോസ് ആണ്. അഷ്റഫുള്ള ഖാൻ അധികം അറിയപ്പെടുന്നില്ല. അപ്പോൾ പിന്നെ ഒന്ന് കൺഫേം ചെയ്തേക്കാം. 20ാമത്തെ ചോദ്യം, താങ്കൾ വിചാരിച്ച ആളിനെ ചരിത്രം രേഖപ്പെടുത്തുന്നത് ദ മെൻറ്റർ ഓഫ് ഭഗത് സിംഗ് എന്ന് രേഖപ്പെടുത്താറുണ്ടോ? ഇല്ല. അത് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യൂ. കാരണം എൻ്റെ മനസ്സിലൊരാളിലേക്ക് ഞാൻ എത്തി. കാക്കോരി കേസ് എന്ന് പറയുകയും അഷ്റഫുള്ള ഖാൻ അല്ല എന്ന് പറയുകയും ചെയ്താൽ ദ മെൻറ്റർ ഓഫ് ഭഗത് സിംഗ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ ആർമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു മഹാനായ പോരാളി, വിപ്ലവകാരിയാണ് ഭഗത് സിംഗിൻ്റെ മെൻറ്റർ എന്ന ടൈറ്റിലിന് അർഹൻ. അതാണോ? ഭഗത് സിംഗിന്റെ മെന്ററിന് ടൈറ്റിൽ ഉണ്ടോ എന്ന് സംശയമുണ്ട്. പക്ഷേ ആർമിയായിട്ട്. അപ്പോൾ രാംപ്രസാദ് ബിസ്മൽ അല്ല, ആണോ? ആണ്. രാംപ്രസാദ് ബിസ്മൽ ഇസ് ദ മെന്റർ ഓഫ് ഭഗത് സിംഗ് കേട്ടോ. ബിക്കോസ് ഇറ്റ് ഇസ് ആസാദിനെയാണ്. ആസാദ് ഭഗത് സിംഗിന്റെ സുഹൃത്തായിരുന്നു. രാംപ്രസാദ് ബിസ്മൽ വാസ് ദ മെന്റർ ഓഫ് ഭഗത് സിംഗ്. ഭഗത് സിംഗിനെ പരിവപ്പെടുത്തിയെടുത്തത് രാംപ്രസാദ് ബിസ്മലാണ്. ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദും സുഹൃത്തുക്കളായിരുന്നു. അപ്പോഴാണ് ചന്ദ്രശേഖർ ആസാദ് ഭഗത് സിംഗിനോട് പറയുന്നത്, നോക്കൂ ഭഗത്, നിങ്ങളെപ്പോലെ ഒരു നാൾ കൊലക്കയറിന് മുന്നിൽ ഞാൻ അവസാനിച്ചെന്ന് വരില്ല. എന്താണ്, കഴുതയെപ്പോലെ എൻ്റെ കഴുത്തിന് ചുറ്റും കയർ മുറുക്കി കഴുതയെപ്പോലെ എന്നെ വലിച്ചു കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കില്ല എന്നാണ് ചന്ദ്രശേഖർ ആസാദ് ഈ ആൽഫ്രഡ് പാർക്കിൽ വെച്ച് വെടിയേറ്റ് കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഭഗത് സിംഗിനോട് പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ പ്രശസ്തമാണ്. ഇതൊക്കെ ഈ എന്താ പറയുക, ഗാന്ധിജി മരിക്കുന്നതിന് എത്രയോ വർഷം മുമ്പ് ടാഗോറിൻ്റെ കവിതയിൽ ഒരിക്കൽ പറഞ്ഞതാണ്. ടാഗോറിൻ്റെ കവിതയിൽ എഴുതി, ഇനി നമ്മളെ ആരാണ് നയിക്കുക എന്നവർ ചോദിച്ചപ്പോൾ കിഴക്കു നിന്ന് വന്ന ഒരു വൃദ്ധൻ പറഞ്ഞു, നമ്മളിപ്പോൾ ആരെയാണോ വധിച്ചത് അയാൾ തന്നെയെന്ന്. അത് ഗാന്ധി മരിക്കുന്നതിന് എത്രയോ വർഷം മുമ്പ് എഴുതിയതാണ്. ഒരു ദീർഘദർശിത്വമാണ്. അതുപോലെ ആസാദ് ഭഗത് സിംഗിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഈ കൈത്തോക്ക് മതി, എനിക്ക് കഴുത്തിൽ കയറിട്ട് വലിച്ചുകൊണ്ട് പോകാൻ ഞാൻ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. അവർ തമ്മിൽ വളരെ വലിയ സുഹൃത്തുക്കളാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ കടുത്ത അഭിപ്രായ ഭിന്നത അവർ തമ്മിൽ നിലനിൽക്കുകയും ചെയ്തു. സാൻഡേഴ്സൺ കേസിലുമൊക്കെ ആ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു. കാക്കോരി കേസിൽ ഈ പറഞ്ഞതുപോലെ അഷ്റഫുള്ള ഖാൻ ഒരു അൺസങ് ഹീറോയാണ്. പക്ഷേ രാംപ്രസാദ് ബിസ്മൽ അല്ല. രാംപ്രസാദ് ബിസ്മൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ അതിന് മുന്നേ മണിപ്പൂരി കേസിനകത്ത് ഒളിച്ചോടിപ്പോയി എന്നുള്ളതാണ് പേര്. പക്ഷെ കാക്കോരി കേസിനകത്ത് രാംപ്രസാദ് ബിസ്മൽ മരിച്ചപ്പോൾ 30 വയസ്സ്. 1927 ഡിസംബർ 19. എനിക്ക് തോന്നുന്നു നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന കെ തായാട്ടിൻ്റെ ഒരു പുസ്തകമുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഏറ്റവും മനോഹരമായ പുസ്തകം. അതിനകത്ത് പോലും ബിർസാ മുണ്ടയെക്കുറിച്ച് എഴുതുമ്പോൾ ഈ ബിർസാ മുണ്ടയുടെ ചിത്രത്തിനെ കുറിച്ച് പരാമർശിച്ചു പോകും. ഗുഡ്. സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് എടുത്തു പറയാനുള്ള ഒരു റീസൺ, കാരണം ഹിന്ദുവായി ജനിച്ച് പ്രോബബ്ലി മൂൽമത്തിയുടെയും മുരളീധരൻ്റെയും മകനായി ജനിച്ച അദ്ദേഹം ഒരു മൗലവിയുടെ കയ്യിൽ നിന്ന് ആഗ്രഹം കൊണ്ട് ഉറുദു പഠിച്ചിട്ട് ബിസ്മിൽ എന്ന പേരിൽ എഴുതി. അദ്ദേഹം കവിതകൾ എഴുതി. അപ്പോൾ അതിൽ ബിസ്മിൽ എന്ന് എഴുതിയതും അഗ്യാത്ത് എന്ന് എഴുതിയതും അല്ലെങ്കിൽ റാം എന്ന പേരിൽ എഴുതിയതും മൂന്നും ഒരാളാണ് എന്നറിയുമ്പോഴുള്ള ആ ഒരു കൗതുകം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു 3 പേരുടെയും പേരിൽ നമ്മൾ അറിയുന്ന ഒരു പാട്ട് അദ്ദേഹത്തിൻ്റെ വരികളാണെന്ന് അറിയുമ്പോൾ അപ്പോഴാണ് നമ്മൾ കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സർഫറോഷി കി തമന്ന അബ് ഹമാരെ ദിൽ മെഹെ, ദേഖ്നാ ഹെ ജോർ കിത്തന ബാസുവേ കാത്തിൽ മെഹെ,
വക്ത് ആനെ പേ ബതായേംഗെ, സർഫറോഷി കെ തമന്ന. ബിസ്മിലും ഉത്തം സിംഗും ചെയ്ത ഒരു വലിയൊരു കാര്യമുണ്ട്, കോമൺ സിംഗ്. True. അതാണ് അവർ തമ്മിലുള്ളൊരു പൊതുമ. ഈ രണ്ട് പേരാണ് ഇന്ത്യയുടെ ബഹുസ്വരതയെ, ഇന്ത്യയുടെ പ്ലൂറലിസത്തിനെ തങ്ങളുടെ പേരുകൾ കൊണ്ട് അടയാളപ്പെടുത്തിയ മനുഷ്യരാണ്. ഉത്തം സിംഗ് ഇംഗ്ലണ്ടിൽ പോയി നമ്മുടെ മൈക്കൽ ഒഡ്വയറിനെ കൊല്ലുന്ന നേരത്ത് നിയമപരമായി പേര് മാറ്റി. ഉദ്ധം സിംഗ് എന്നുള്ള സിഖ് നെയിം മാത്രം പോരാൻ തീരുമാനിച്ചു. ഈവൻ ലുക്ക് വൈസ് മാറിയല്ല, ലുക്ക് വൈസ് മാറി. റാം മുഹമ്മദ് സിംഗ് ആസാദായി. അതുപോലെ ഇദ്ദേഹം രാം പ്രസാദ് ബിസ്മലുമായി. ബിസ്മലിൻ്റെ ഏറ്റവും വലിയ ക്ലോസ് ഫ്രണ്ട്, ഏറ്റവും വലിയ അസോസിയേറ്റ്, ഭഗത് സിംഗിൻ്റെ മെൻറ്റർ എന്നൊക്കെ ഉള്ളത് നിൽക്കട്ടെ, അസോസിയേറ്റ് എപ്പോഴും പക്ഷേ അഷ്റഫുള്ള ഖാനായിരുന്നു. അവർ തമ്മിലായിരുന്നു ആത്മബന്ധം. കാക്കോരി കേസിൽ ബിസ്മൽ ശിക്ഷിക്കപ്പെട്ടു, ഹാങ്ഡായി എങ്കിലും അന്ന് അതിൽ നിന്ന് ഈ 4 പേരും 5 പേരും ഒഴിച്ച് ബാക്കിയുള്ള കുറേ പേരെ ആ സമയത്ത് ശിക്ഷിച്ചില്ല. ഗുഡ്. രാംപ്രസാദ് ബിസ്മൽ, സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമാണ് താങ്കൾ ഇവിടെ ഉണ്ടാകുന്നത്. അതെ, സ്വാതന്ത്ര്യത്തിൻ്റെ മാത്രമല്ല, പ്ലൂറലിസത്തിൻ്റെയും തീർച്ചയായും ബഹുസ്വരതയുടെയും. രാംപ്രസാദ് ബിസ്മിൽ സ്വാതന്ത്ര്യ സമര സേനാനി, കവി, ദേശസ്നേഹി, സ്വതന്ത്രയായ ഭാരതം സ്വപ്നം കണ്ട ആദർശധീരന്മാരിൽ പ്രമുഖൻ. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പല പ്രതിഷേധ പ്രതിരോധ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്ത വിപ്ലവകാരി. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള ലഘുലേഖകൾ അച്ചടിച്ച് വിതരണം ചെയ്യുക, വിപ്ലവകാരികൾക്ക് അഭയം നൽകുക, കൈബോംബുകൾ ഉണ്ടാക്കുക തുടങ്ങി സ്വാതന്ത്ര്യമെന്ന പരമലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന ബിസ്മിലും കൂട്ടരും ബ്രിട്ടീഷ് സർക്കാരിനെ വല്ലാതെ അലട്ടിയിരുന്നു. കാക്കോരി തീവണ്ടി കവർച്ചയും പഞ്ചാബ് നിയമസഭയുടെ നേർക്ക് നടത്തിയ ബോംബാക്രമണവുമാണ് ഇവരുടെ പ്രവർത്തനങ്ങളിൽ വളരെ ശ്രദ്ധേയമായവ. രാംപ്രസാദ് ബിസ്മിൽ എന്ന തൂലികാ നാമത്തിലായിരുന്നു കവിതകൾ എഴുതിയിരുന്നത്. റാം ആഗ്യാത് എന്ന പേരിലും അദ്ദേഹം നിരവധി ഹിന്ദി, ഉറുദു കവിതകൾ എഴുതിയിട്ടുണ്ട്. സർഫറോഷി കി തമന്ന അബ് ഹമാരെ ദിൽ മേ ഹേ എന്ന അദ്ദേഹത്തിന്റെ ഗാനം ഏറെ ശ്രദ്ധേയമാണ്.